കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന യൂണിറ്റിൽ നിന്നും ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ മാറ്റി. നിലവിൽ തമിഴ്നാട്ടിൽ സേവനമനുഷ്ഠിക്കുന്ന രാജേഷ് നായർക്കാണ് പകരം ചുമതല. അതേസമയം കെ രാധാകൃഷ്ണൻ എംപിയെ ചോദ്യം ചെയ്യുന്നതിലെ കാലതാമസം മൂലം അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ പ്രതിസന്ധിയുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട നിർണായക സമയത്താണ് ഇഡിയിൽ തലകൾ ഉരുളുന്നത്. അന്വേഷണ ചുമതലയുണ്ടായിരുന്ന യൂണിറ്റിൽ നിന്നും ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ അപ്രധാനമായ മറ്റൊരു യൂണിറ്റിലേക്ക് മാറ്റി. എന്നാൽ മാറ്റിയതിന്റെ കാരണം ഇനിയും വ്യക്തമല്ല. നേരത്തെ സ്വർണ്ണക്കടത്ത് കേസിൽ ഇഡി അന്വേഷണ വിവരങ്ങൾ ചോർന്നതിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനാണ് പി രാധാകൃഷ്ണൻ. പി രാധാകൃഷ്ണന് പകരം കരുവന്നൂർ കേസ് അന്വേഷിക്കുന്ന യൂണിറ്റിന്റെ തലപ്പത്തേക്ക് നിലവിൽ തമിഴ്നാട്ടിൽ സേവനമനുഷ്ഠിക്കുന്ന രാജേഷ് നായരെ നിയോഗിച്ചിട്ടുണ്ട്. ഇഡി കൊച്ചി യൂണിറ്റിന്റെ പുതിയ അഡീഷണൽ ഡയറക്ടറായി രാകേഷ് കുമാർ സുമൻ IAS ഈ മാസം 20-ന് ചുമതലയേൽക്കും. അതേസമയം ആലത്തൂർ MP CPIM മുതിർന്ന നേതാവുമായ കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നതിലെ കാലതാമസം മൂലം അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുണ്ട്. പാർലമെന്റ് സമ്മേളനം അവസാനിച്ച ശേഷം ഹാജരാകാമെന്നാണ് കെ രാധാകൃഷ്ണൻ അറിയിച്ചിട്ടുള്ളത്. സമ്മേളനം തീരാൻ ഏപ്രിൽ ആദ്യവാരമാകും എന്നതിനാൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നത് നീണ്ടേക്കും. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം.